സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന സ്കൂളിൻ്റെ ബഹുമാന്യായ മാനേജർ സിസ്റ്റർ ജെസ്സി മരിയ വലിക്കൽ, നമ്മുടെ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് കടന്നുപോയ ആദരണീയനായ MLA ശ്രീ മാണി സി കാപ്പൻ അവറുകൾ, അനുഗ്രഹ പ്രഭാഷണം നടത്തിയ ബഹുമാനപ്പെട്ട സക്കറിയാസ് നാട്ടപ്പാട്ട് ഫൊറോനപ്പള്ളിയുടെ വികാരി, മറ്റ് സ്റ്റേജിൽ ഉപവിഷ്ടരായിരിക്കുന്ന ഏറ്റവും ബഹുമാന്യരായ സിസ്റ്റേഴ്സ്, നമ്മുടെ PTA ഭാരവാഹികൾ, സ്നേഹം നിറഞ്ഞ സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് ലിസി ജോസ്, ആൻസ് കരിമ്പനാല്, മറ്റ് സ്നേഹം നിറഞ്ഞ സിസ്റ്റേഴ്സ്, PTA ഭാരവാഹികളെ, ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, ദീർഘമായ ഒരു സംസാരത്തിലേക്ക് ഇനി കടക്കുന്നില്ല. ഭരണങ്ങാനം സേക്രഡ് ഹാർട്ട് ഗേൾസ് ഹൈസ്കൂളിൻ്റെ 94ാമത് വാർഷിക സമ്മേളനത്തിൽ, അതോടൊപ്പം ഇവിടെ നടക്കുന്ന യാത്രയപ്പ് സമ്മേളനത്തിലും പങ്കെടുക്കുവാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമായിട്ട് പങ്കുവയ്ക്കുകയാണ്. നമുക്കറിയാം, ഇവിടെ വളരെ ദീർഘമായ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ഹെഡ് മിസ്ട്രസ് ഇവിടെ വായിക്കുകയുണ്ടായി. നമ്മുടെ ഈ സ്കൂളിൻ്റെ കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്, സ്കൂള് നേടിയ നേട്ടങ്ങളെ സംബന്ധിച്ച്, ഇനി നമ്മുടെ മുമ്പോട്ടുള്ള പ്രയാണത്തെ സംബന്ധിച്ചുമൊക്കെ ഇവിടെ ആ റിപ്പോർട്ടിലൂടെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ സേക്രഡ് ഹാർട്ട് ഗേൾസ് ഹൈസ്കൂളിലെ ഓരോ പരിപാടിയിലും വന്ന് പങ്കെടുക്കുമ്പോൾ ഒത്തിരിയേറെ സന്തോഷവും അതുപോലെ തന്നെ വലിയൊരു ഗൃഹാതുരത്വ സ്മരണകളാണ് എനിക്ക് ഉണ്ടാകുന്നത് എന്ന് ആദ്യമായിട്ട് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയും. കാരണം മറ്റൊന്നുമല്ല, എൻ്റെ നഴ്സറി ജീവിത കാലഘട്ടം മുതൽ ഈ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഈ സ്കൂളിൻ്റെ മൈതാനവുമായിട്ടും ഈ സ്കൂളിലെ അധ്യാപകരുമായിട്ടുമൊക്കെ ബന്ധപ്പെട്ട് ജീവിച്ച് വളർന്നു വന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഈ സ്കൂളിലെ ഓരോ ചടങ്ങുകളിലും പങ്കെടുക്കുമ്പോൾ ഒത്തിരിയേറെ അഭിമാനവും അതിലേറെ സന്തോഷവും തോന്നുകയാണ്. കാരണം നമുക്കറിയാം, ഈ സ്കൂള് എന്ന് പറയുന്നത് ഒരുപക്ഷെ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് ഈ സ്കൂള് പാഠ്യരംഗങ്ങളിലുപരി പാഠ്യേതര രംഗങ്ങളിൽ ഒത്തിരിയേറെ വലിയ വ്യക്തിത്വങ്ങളെ വളർത്തിയെടുക്കുന്നതിന് നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ ഓർക്കുന്ന കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കായിക രംഗത്ത് ഒത്തിരിയേറെ വലിയ പ്രതിഭകളെ സംഭാവന ചെയ്യുവാനും, അതുപോലെ തന്നെ നാട്ടിൽ അറിയപ്പെടുന്ന നിലയിൽ, അല്ലെങ്കിൽ ദേശീയ തലത്തിൽ അന്തർദേശീയ തലത്തിലുമൊക്കെ വലിയ കായിക താരങ്ങൾക്ക് ജന്മം നൽകുവാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ കലാപരമായ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ എത്രയോ ആളുകൾ, ഇവിടെ പ്രിയപ്പെട്ട ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ ഇവിടെ നിന്ന് വന്ന സിനിമാ നടിമാര് ഉൾപ്പെടെയുള്ള കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കേരളത്തിൽ അറിയപ്പെടുന്ന നിരവധി സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെയും ഒക്കെ വളർത്തിക്കൊണ്ടുവരുവാനും ഈ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെ പഠനരംഗത്തും പാഠ്യേതര രംഗങ്ങളിലും വളരെ മികവ് പുലർത്തുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ 94ാമത് വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞത് വലിയൊരു ദൈവാനുഗ്രഹമായിട്ട്, ഈശ്വരാനുഗ്രഹമായിട്ട് തന്നെ കരുതുകയാണ്. നമുക്കറിയാം, 94 വർഷങ്ങൾക്ക് മുമ്പ് വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യമൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യമില്ലാതിരുന്ന കാലഘട്ടത്തിൽ ബഹുമാന്യായ വടക്കേലച്ഛന്റെ ദീർഘവീക്ഷണവും, അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ദീർഘ കാഴ്ചപ്പാടുമാണ് ഇങ്ങനെയൊരു വിദ്യാഭ്യാസ സ്ഥാപനം ഇവിടെ രൂപം കൊടുക്കുവാൻ വേണ്ടി കഴിഞ്ഞത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിനുശേഷം FCC സിസ്റ്റേഴ്സിന്റെ നേതൃത്വത്തിൽ ഓരോ വർഷവും വളരെ നല്ല നിലയിൽ, നമുക്കറിയാം, മാറി മാറി വരുന്ന മാനേജ്മെന്റ്, അതുപോലെ തന്നെ ഹെഡ് മിസ്ട്രസ്മാര് ഒക്കെ ഈ സ്ഥാപനത്തെ വളരെ നല്ല നിലയിൽ മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി, പ്രത്യേകിച്ച് കുട്ടികളുടെ സർവ്വതോന്മുഖമായ വളർച്ച ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വളരെ നല്ല ഒരു നേതൃത്വമാണ് വഹിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം, വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ പെട്ടെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ജോലി നേടിയെടുക്കുക, അല്ലെങ്കിൽ നല്ല നിലയിലേക്ക് നമ്മുടെ കുടുംബം പുലർത്താൻ, അല്ലെങ്കിൽ കുടുംബത്തെ മുമ്പോട്ട് നയിക്കുവാനും ഒരു ജോലി അല്ലെങ്കിൽ ഒരു വരുമാനം എന്നുള്ളയൊക്കെ ഒരു നിലയിലേക്ക് വിദ്യാഭ്യാസത്തിന്റെ ആ ഒരു ചിന്തകളൊക്കെ ചുരുങ്ങുന്ന ഈ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇവിടെ പ്രിയപ്പെട്ട മാനേജർ സിസ്റ്റർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും വലിയ ഒരു കടമ അല്ലെങ്കിൽ കർത്തവ്യം എന്ന് പറയുന്ന മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്ന
നല്ല മനുഷ്യന് രൂപം കൊടുക്കുന്ന നിലയിലേക്ക് വിദ്യാഭ്യാസത്തെ മാറ്റിയെടുക്കുവാൻ, അല്ലെങ്കിൽ അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാനും ഒക്കെ ഈ സ്ഥാപനത്തിന് കഴിയുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടുത്തെ അച്ചടക്കം തീർച്ചയായിട്ടും എടുത്തു പറയേണ്ടതാണ്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ ഈ യോഗം ആരംഭിച്ചിട്ട് ഏതാണ്ട് 2 മണിക്കൂറുകൾ പൂർത്തിയാകുമ്പോൾ വളരെ അച്ചടക്കത്തോടുകൂടി യാതൊരു വിധ അസ്വസ്ഥതയും പ്രകടിപ്പിക്കാതെ ഇത്രയും വിദ്യാർത്ഥിനികൾ ഇവിടെ ഇരിക്കുന്നത് തീർച്ചയായിട്ടും അത് ഇവിടെ നിന്ന് ലഭിക്കുന്ന കൃത്യമായ ഒരു ശിക്ഷണത്തിന്റെ ഫലമാണ് എന്ന് തന്നെ മനസ്സിലാക്കുക. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, കുട്ടികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള പ്രസംഗങ്ങൾ കേട്ടിരിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിൽ പോലും ഇവിടെ ആ ടീച്ചേഴ്സിന്റെ ഒക്കെ നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് നിങ്ങൾ നല്ല അച്ചടക്കത്തോടുകൂടി നമ്മുടെ മുമ്പിൽ കുട്ടികൾ ഇരിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളെയൊക്കെ ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുക. ഞാൻ ഒത്തിരി ദീർഘമായിട്ട് ഒന്നും സംസാരിക്കുന്നില്ല. ഏതായാലും ഇന്ന് നല്ല നിലയിൽ നമ്മുടെ സ്കൂള് മുമ്പോട്ട് പോകുന്നു. എല്ലാ രംഗങ്ങളിലും മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഇപ്പോൾ സ്കൂള് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് എന്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി സുഹൃത്തുക്കളോട് സൂചിപ്പിക്കുവാനുള്ള, തീർച്ചയായും നിങ്ങൾ 10ാം ക്ലാസ് അല്ലെങ്കിൽ 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് സമൂഹത്തിന്റെ വിവിധ മേഖലകളിലേക്ക് ജോലിയുമായിട്ടും വിദ്യാഭ്യാസവുമായിട്ടും ഒക്കെ കടന്നു പോവുകയാണ്. നിങ്ങൾക്ക് വളരെ നല്ല ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ, പ്രത്യേകിച്ച് ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ അൽഫോൻസാമയുടെ പാദസ്പർശമേറ്റ് ഇവിടെ അനുഗ്രഹീതമായി പുണ്യഭൂമിയിൽ പഠിക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് തന്നെ വലിയ ഒരു ദൈവാനുഗ്രഹമാണ്. അല്ലെങ്കിൽ ഒത്തിരിയേറെ ആളുകൾ ഇവിടെ ഒരു ദിവസം വന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള ഒത്തിരിയേറെ വിദ്യാർത്ഥികളും അല്ലെങ്കിൽ മറ്റ് സമൂഹത്തിലുള്ള ആളുകളും ഒക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഇവിടെ വരുവാനും വിശുദ്ധ അൽഫോൻസാമയുടെ ആ കല്ലറ സന്ദർശിക്കുവാനും ഒക്കെയുള്ള വലിയ അനുഗ്രഹം ലഭിച്ച വിദ്യാർത്ഥികൾ എന്നുള്ള നിലയിൽ നിങ്ങൾ ജീവിതത്തിന്റെ വിവിധ മേഖലകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഈ സ്കൂളിൽ നിന്ന് ലഭിച്ച മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാനും, അല്ലെങ്കിൽ നമുക്കറിയാം സമൂഹത്തിന്റെ വിവിധ മേഖലകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ ഒത്തിരിയേറെ പ്രതിസന്ധികൾ അല്ലെങ്കിൽ അഴുക്ക് ചാലുകളിലേക്കൊക്കെ വഴുതി വീഴുവാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ നിൽക്കുകയും, അങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്ക് കടന്നു പോകേണ്ടൊക്കെ ഒരു അവസരങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ മുമ്പിൽ വന്ന് പെട്ടുകഴിഞ്ഞാൽ നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകരെ, നിങ്ങളുടെ മാതാപിതാക്കന്മാരെയൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഒന്ന് ഓർത്തുകൊണ്ട് തീർച്ചയായിട്ടും ആ മൂല്യങ്ങളിൽ അടിയുറച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാനും ഒക്കെ നിങ്ങൾക്ക് കഴിയണം എന്നാണ് എനിക്ക് ഈ വാർഷികാഘോഷ സമ്മേളനത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനുള്ളത്. തീർച്ചയായിട്ടും നമുക്കറിയുന്ന സമൂഹത്തിൽ നടക്കുന്ന നിരവധിയായ സംഭവങ്ങൾ നമ്മൾ കാണുമ്പോൾ മാതാപിതാക്കന്മാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒത്തിരിയേറെ ആശങ്കയോടുകൂടിയാണ് അവരുടെ ഓരോ ദിവസവും കടന്നു പോകുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് പെൺകുട്ടികൾ വളർന്നു വരുന്ന മാതാപിതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവര് വിദ്യാഭ്യാസവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ സംസ്ഥാനങ്ങളിലേക്ക് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ കേൾക്കുന്ന ചില വാർത്തകൾ നമ്മളെയൊക്കെ എത്രയേറെ വേദനിപ്പിക്കുന്ന സംഭവ വികാസങ്ങൾ ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിച്ച വലിയ അറിവുകൾ, അത് അല്ലെങ്കിൽ മൂല്യങ്ങൾ, അത് മുറുകെ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നതിൽ പ്രിയപ്പെട്ട 2 ടീച്ചേഴ്സ് ഈ സ്കൂളിൽ നിന്ന് വിരമിക്കുകയാണ്. ഇവിടെ അവരെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞ പ്രിയപ്പെട്ട സിസ്റ്റർ ലിസ്യും സിസ്റ്റർ ആനിസും അവരുടെ സേവനങ്ങളെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. തീർച്ചയായും നിങ്ങൾ എന്റെ മുമ്പിൽ ഇരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഗുരുഭൂതന്മാർക്ക് നൽകുവാനുള്ള ഏറ്റവും വലിയ ഒരു വരദാനം, അല്ലെങ്കിൽ നിങ്ങളുടെ അവരിൽ നിന്ന് ലഭിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ അറിവുകൾ അത് മുറുകെ പിടിക്കുക. അതുപോലെ തന്നെ അവർക്ക് നല്ല ഒരു ഗുരു ദക്ഷിണ പോലെ നിങ്ങളുടെ നല്ല സ്വഭാവത്തിലൂടെ അവർക്ക് പകർന്നു നൽകുക, തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ നിങ്ങൾക്ക് നൽകുവാൻ കഴിയുന്ന ഏറ്റവും വലിയ ഉപഹാരം എന്ന് പറയുന്നത് കുട്ടികൾക്ക്. അതാണ് നമ്മളെക്കറിയാം, ആർഷഭാരത സംസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം ഗുരു ശിഷ്യ ബന്ധം അത് വലുതാണ്. ഗുരു ശിഷ്യ ബന്ധം മുറുകെ പിടിക്കുവാനും, അല്ലെങ്കിൽ അത് ഏത് മേഖലയിലേക്ക് കടന്നു ചെന്നാലും അതിനൊക്കെ വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പോകാൻ വേണ്ടി നമുക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ 94ാമത് വാർഷികാഘോഷ സമ്മേളനം ഇവിടെ പ്രിയപ്പെട്ട MLA സൂചിപ്പിച്ചതുപോലെ ഇവിടേക്ക് കടന്നു വന്നപ്പോൾ അവിടെ സ്വീകരണം മുതൽ ഇവിടെ രംഗപൂജ മുതൽ എല്ലാം വളരെ കൃത്യമായിട്ട് ചിട്ടയായിട്ട് വളരെ ഭംഗിയായിട്ട് നടത്തുവാൻ വേണ്ടിയൊക്കെ കഴിഞ്ഞ് ഇവിടെ പാട്ടുപാടിയ കുട്ടിയും അതുപോലെ തന്നെ ഇവിടെ ഉദ്ഘാടകന്റെ ചിത്രം ആ സമയോചിതമായിട്ട് ലൈവായിട്ട് വരച്ചു കൊടുത്ത ആ കുട്ടിയുമൊക്കെ വലിയ ഭാവി അവരുടെ മുമ്പിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതൊക്കെ കൂടുതൽ പരിപോഷിപ്പിക്കുവാൻ വിദ്യാഭ്യാസ കാലഘട്ടത്തിലും അതിനുശേഷവും ഒക്കെ അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി.